ഇന്ന് സ്കൂൾ ലീവല്ലേ, അതുകൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടിരുന്നു. ആ സമയത്ത് മാമി ഫോൺ വിളിച്ച് മാമിയുടെ വീട്ടിൽ പോകണമെന്ന്. അപ്പം അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് പോയാലേ സമാധാനമായിട്ട് പോകും. വീടെല്ലാം ഒതുക്കിയിട്ടിട്ട് പോകുമ്പോൾ ഒരു സമാധാനമായിരിക്കും. വീട്ടിൽ ചോറ് കറിയൊന്നും വയ്ക്കണ്ടല്ലോ ഇന്ന്. അതുകൊണ്ട് പെട്ടെന്ന് പടപട അടുക്കളയെല്ലാം വൃത്തിയാക്കി. ഈ പൂച്ചയ്ക്ക് പാത്തു നമുക്കുണ്ട്. പാത്തു അത് മുകളിൽ കിടന്ന് അവർക്ക് ചോറ് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് സ്പീഡായിരുന്നു. പാത്തു പാത്തു വാ കണ്ട നല്ല നിറയെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മുടിയെല്ലാം കൊഴിഞ്ഞു. 2 വയസ്സായി പാത്തുവിന്. നമുക്കിനി താഴെ പോകാം. അടുത്ത് പോകുമെന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സ്പീഡാണ്. പെട്ടെന്ന് ജോലി തീർത്തിട്ട് ചേർന്ന് പിന്നെ റെഡി ആയിട്ട് കാണാവേ. റെഡിയായേ, ഞങ്ങളിനി ഇറങ്ങാൻ പോണ്. ഡോർ ക്ലോസ് ചെയ്യണം. ശരി, ഞങ്ങളുടെ ബൈ. ഇതാണ് എന്റെ മാമിയുടെ വീട്. ഇതെന്റെ മാനിയുടെ മോളാണേ. മോളെ മാമിയെ മീനെല്ലാം ഞങ്ങൾ വരണമെന്ന് പറഞ്ഞ് മീനെല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് കറി നോക്ക്. കണ്ട മീൻ കറി, ചോറ്, ഇത് ഇന്നലത്തെ കറി നല്ല വറുത്തരച്ച് വെച്ചിരിക്കുന്നത്. നല്ല കാണുമ്പോഴേ നല്ല ഒരു ഭംഗി. കണ്ട എന്റെ മീന് പൊരിച്ച മീൻ മറിക്കുന്നത് എന്ത് വെച്ചാണ് നോക്ക്. പിച്ചാത്തി വെച്ച് എല്ലാവരും ചട്ടം വെച്ച് മറിക്കും. ഇവിടെ കത്തി വെച്ച് എൻ്റെ മാമിയുടെ വീട് കണ്ടാ. എൻ്റെ മാമിക്ക് വയ്യാത്തത് കൊണ്ടേ കാലൊന്നും വയ്യ. അതിനാലാണ് വീടെല്ലാം ഇങ്ങനെ അടങ്ങണം. പാവം എല്ലാം നിരന്ന്. എല്ലാരും ചാപ്പിട വാങ്ങ വന്ന്. അവര് തമിഴാണേ, ഞാൻ മലയാളം. എന്താ വേല ചെയ്യാതെ ആഹാരം കിട്ടുമ്പോ നല്ല സ്പീഡായിട്ട് എങ്ങനെ ഇരുന്ന് കഴിക്കണം നോക്ക്. മാമി ഇരിക്കേ കണ്ട, മാമി ഇരിക്കില്ല. നമ്മളെല്ലാം കഴിച്ചതിന് ശേഷമേ മാമി ഇരിക്കുള്ളൂ. വലിയ ആളെ പോലെ പ്ലേറ്റ് വെച്ച് കണ്ട. ഒരു കലം ചോറ് തീർന്നു. ഇത് രണ്ടാമത്തെ കലം. അടുത്ത ആഹാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം എൻ്റെ മാനി നിന്ന് കഴുകി വെച്ചു. വീട്ടിലെല്ലാം തിനന്നാരി കിടന്നില്ലേ, ആ തുണികളെല്ലാം ഞാൻ മടക്കി മാമിക്ക് നല്ല നീറ്റാക്കി വെച്ചു കൊടുത്തു. മാമയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് എല്ലാം ഇങ്ങനെ കിടന്ന്. അതിനെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചു കൊടുത്തു. അടുത്ത് എൻ്റെ മൈനീരെ മോള് കണ്ട, അവൾ കള്ളി. അവൾ ജോലിയൊന്നും ചെയ്യൂല. ഞാൻ തുണി മടക്കുന്നത് കണ്ട് വീഡിയോ പിടിക്കുന്നത് കണ്ടാണ് അവളും അതുപോലെ തുണിയെല്ലാം മടക്കി നീറ്റാക്കി വെക്കുന്നത്. എൻ്റെ വീട്ടിലവൾ വന്നാലും ഒരു ജോലി ചെയ്യില്ല. അടുത്ത് ഈ കുട്ടിയെ കണ്ട നമ്മൾ നീറ്റാക്കി വയ്ക്കും തോറും അതൊന്നൊന്നായിട്ട് പരത്തിയിട്ടിട്ടേ ഇരിക്കുന്നത്. എല്ലാം കഴിഞ്ഞു മാമി പാൽ സൊസൈറ്റിയിൽ പോയി പാൽ വാങ്ങിയിട്ട് വരണം. ഞങ്ങൾക്ക് ചായ ഇടാൻ വേണ്ടിയിട്ടാണ്. പാവം, ഞാൻ പറഞ്ഞ് കവർ പാൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അടുത്ത് ഞാൻ വീടെല്ലാം തൂത്തുവാരി നല്ല നീറ്റാക്കി എല്ലായിടവും ഇട്ട് കൊടുത്തു. കണ്ട, നല്ല നീറ്റാക്കി. അതിനുശേഷം എല്ലാവരും കഴിച്ചിട്ട് ഒന്ന് നല്ല വിശ്രമിക്കണം.
എൻ്റെ മാമിയിലേൽ കിടക്കാൻ പറഞ്ഞാൽ കിടക്കില്ല, അങ്ങനെ കസേരയിൽ കയറി ഇരിക്കുന്നു. എല്ലാവരും സെല്ലും നോണ്ടി കിടന്ന്. വെളിയിലൊന്നും ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ മാമി പോയി ഞങ്ങൾക്ക് ജ്യൂസ് എല്ലാം വാങ്ങിയിട്ട് വന്ന്. ഇതാ ജ്യൂസ് കൊണ്ടുവന്നപ്പോൾ കണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി വയ്ക്കുന്നു ജ്യൂസ് കുടിക്കാൻ വേണ്ടി. അത്ര ഭയങ്കര ചൂടായിരുന്നു. എല്ലാവരും ഞങ്ങൾ പങ്കുവെച്ച് ജ്യൂസെല്ലാം കുടിച്ച്. മാമിക്ക് കൊടുക്കാൻ പറഞ്ഞ മാമി എല്ലാവർക്കും വീത്തി വീത്തി കൊടുത്തിട്ടേയിരിക്കും. അങ്ങനെ ജ്യൂസും കുടിച്ച്. പിന്നെ ഇതേ നോക്കിയേ, കുട്ടി ജ്യൂസ് കുടിക്കുന്ന സ്പീഡ് കണ്ടോ. അടുത്ത വൈകിട്ട് ചായക്ക് മാമി മരിച്ചിനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരിച്ചിനിയും കരുവാട്. മാമി പാവം മരിച്ചിനിയെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അതിനെയും വേവിച്ച് മരിച്ചിനിയെല്ലാം റെഡിയാക്കി, കരുവാടെല്ലാം റെഡിയാക്കി ഞങ്ങളങ്ങനെ അടിപൊളി. ഇതാ കണ്ട, മാമി പാൽ വെച്ച് ചായ ഇടണ്. ഞങ്ങളെ വിട്ട് ഒരു ജോലി മാമി ചെയ്യിപ്പിക്കില്ല. കരുവാട് കണ്ട അടുപ്പിൽ വെന്തിട്ടേ ഇരിക്കുന്ന മാമി ചായ ഇടുന്നു. ഞങ്ങളെല്ലാവരും കൂടി നല്ല സൂപ്പർ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുന്നു. വെളിയിൽ എന്നെയും കണ്ടുകൊണ്ട് ഒരാൾ വന്ന്, അവരകത്ത് കാല് വയ്യാത്തത് കൊണ്ട് വരൂല എന്ന് പറഞ്ഞാണ് അവർക്കൊരു കസേരയിട്ട് ഞങ്ങൾ കൊടുത്തത്. കണ്ട, ഞങ്ങൾ കരുവാട് പൊരിച്ചതും കിഴങ്ങെല്ലാം തന്നു. ഈ മൈലാഞ്ചി കണ്ട 45 വർഷം പഴക്കമുള്ള മൈലാഞ്ചിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല രാത്രിയായിട്ട് 8 മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നും തിരിച്ചപ്പം. അങ്ങനെ ഞങ്ങളെല്ലാവരും ജോളിയായിരുന്നു. പക്ഷെ വന്നിട്ട് തിരിച്ചു പോവാനേ തോന്നിയില്ല. അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ടിരുന്ന് കഴിച്ചപ്പോഴേ സംസാരിച്ച് കഥകളെല്ലാം പറഞ്ഞെടുത്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേ കാറ് വന്ന് കയറിപ്പോയി. ടാറ്റാ ബൈ.